ഇങ്ങോട്ടേക്കാ തപ്പി തപ്പി തവളെ പിടിക്കാൻ പോന്നാ. അവിടെ കൊണ്ട് വെക്കാം. നമ്മൾ പൂളിൽ പോവാ കേട്ടോ കുളിക്കാനായിട്ട്. നമ്മൾ വന്നിട്ട് 2 ദിവസം ആയെങ്കിലും ഇതുവരെ ഇവിടുത്തെ പൂളിൽ ഇറങ്ങിയില്ല. ഹായ് പൂൾ. അയ്യോ ഭയങ്കര തണുപ്പായിരിക്കൂലേ അമ്മ? ചാടണോ? ചാടേ തടുക്കുന്നു. തള്ളാള് പോയാ അയ്യോ അച്ഛൻ ചാടിയപ്പോ ഓളം തിരയടിക്കുന്നു. അച്ഛൻ ഒരു പ്രത്യേക സ്കില്ല് കാണിച്ചറിയപ്പോ. ആ കാണിക്കേ. ഓ ആ നീന്താ പഠിക്കാമ്മ. ഓക്കെ ഗൈസ്, അടുത്തൊരു ചലഞ്ചാണ് കേട്ടോ. ഇതില് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കിടക്കും. 2 പേര് അപ്പുറം ഇപ്പുറം നിന്നിട്ട് ഈ തോർത്ത് വെച്ച് പിടിക്കണം. നടുക്ക് നിൽക്കുന്ന ആള് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. പറഞ്ഞില്ലെങ്കിൽ ഈ തോർത്ത് വിടണം. വിടുമ്പോഴത്തേനും അവര് വെള്ളത്തിൽ പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ, ചോദിക്കോണേ. ചിറകുകൾ ഇല്ലാത്ത ഷഡ്പദം ഏതാ? ചിറകുകൾ ഇല്ലാത്ത ഷഡ്പദം. 5 സെക്കൻഡ്. 10 സെക്കൻഡ്. ഓ 1 2 ഫ്ലൈറ്റാ? ഷഡ്പദം ഷഡ്പദം ഫ്ലൈറ്റോ? എന്തരാ ഉത്തരോ? മൂട്ട മൂട്ട മൂട്ട. ബയോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആ എങ്ങനെ? ബയോളജിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത അച്ഛൻ. ഇത് അപ്പഴേ വിടും, ഞാൻ ഉത്തരം പറഞ്ഞാലും വിടും. അടുത്ത അച്ഛനാണ് കേട്ടാ. അമ്മ പിടിച്ചോ അമ്മ. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ്. ജന്തുശാസ്ത്രത്തിന്റെ പിതാവ് ബയോളജി കണ്ടുപിടിച്ചതാര്? നിന്റെ അച്ഛൻ. വിട് വിട് വിട്. അച്ഛൻ. അടുത്ത ആളിയെ അരിസ്റ്റോട്ടില്. ഇതൊക്കെ പഠിക്കണ്ടേ അച്ഛാ? ഇതൊക്കെ ബേസിക്കാ, ഇതൊക്കെ പഠിക്കണ്ടേ? ഇല്ല, സീരിയസാ, സീരിയസ് ക്വസ്റ്റ്യൻസാ. പഠിച്ചെങ്കിലേ ഞാൻ JCB ഓടിക്കാൻ പോണ്ട വല്ല കാര്യം. ഇപ്പൊ ആ കുസ്തി അച്ഛൻ പഠിച്ചില്ലേ? അരിസ്റ്റോട്ടിൽ. പക്ഷികളുടെ വൻകര എന്ന് പറയുന്ന രാജ്യം? ആഫ്രിക്ക. അല്ല. തെക്കേ അമേരിക്ക. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? ഓക്സിജൻ. വിട്ടോ വിട്ടോ വിട്ടോ. ഇത് കടങ്കഥയാണേ. മുള്ളുണ്ട് മുരുക്കല്ല, കൈപ്പുണ്ട് കാഞ്ഞിരമല്ല. 2 3 4 5 6 9 10. വിട് 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 വിട്. എടേ ടവലും പോയിടേ. പാവയ്ക്ക പാവയ്ക്ക. ഇത് കുറച്ചു നേരം ആയല്ലോ, കുറച്ച് ടൈം ലേറ്റായി. കളി തീർന്ന്. ഇല്ല, അടുത്ത അച്ഛൻ. അച്ഛന് ഞാൻ ഒരു പാട്ടിന്റെ ഒരു ലൈൻ പാടി തരും, അതിന്റെ ബാക്കി അച്ഛൻ പാടണം. ശരി. മിന്നൽ വേള കയ്യിലിട്ട പെണ്ണഴകേ. അത് തെറ്റാ തെറ്റാ തെറ്റാ. അളിയനും പാട്ടാണേ. ഞാൻ പാട്ട് പാടി കഴിഞ്ഞ അപ്പോഴേ ഉത്തരം പറയണ കേട്ടോ. തും ഹി ഹോ അബ് തും ഹി ഹോ. അച്ഛ അവിടെ വിടണ്ടായിരുന്നു. പഴയ പാട്ടൊന്നും വരുന്നില്ലേ? അതൊക്കെ പലതും പാടും. എനിക്ക് അറിയാവുന്ന പാട്ടാണ്. അല്ലല്ല, പാട്ടെന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ട പാട്ടാണ്. മൂക്കി പിടിച്ച അങ്ങനെ പാടും. ഇളയനില പൊഴുകിരതേ ഇതയം വരെ നനകിരതേ
നില പോകും നേരം കര കാണുമേ നില കാണുമേ വാരമേ. അമ്മക്ക് സിമ്പിൾ പറ. ആളെ പിടിച്ചോ. ജോഡി ജോഡി യെസ് പപ്പ. അതറിയായിരുന്നു. അടുത്ത അച്ഛനല്ലേ അന്നില്ലേ? അടുത്ത അച്ഛനില്ലേ? പറട്ടെ. സനം രേ മേര സനം ഹുവാരേ. അച്ഛ ഔട്ട്. സനമിന്റെ പാട്ടുണ്ട്. കള്ളപ്പാട്ടാന്ന് നിങ്ങളൂടെ പോ. ഓക്കെ ഗൈസ്, ഗെയിം വൈൻഡ് അപ്പ് കഴിഞ്ഞ്. എന്റെ കാലൊക്കെ ഭയങ്കര വേദനയുണ്ടാ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോ അയ്യ എന്റെ മസിലൊക്കെ പിടിച്ചമ്മ. ഇന്നലെ അതിന്റെ മണ്ടക്കറി നടന്നു. ഒരു കുഴപ്പമില്ലേ? എനിക്ക് മണ്ടയുടെ പ്രശ്നമില്ലാതെ യാതൊരു വേദനയില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അത്ര വേദന ഇല്ല കേട്ടോ. സംഭവം കൊള്ളായിരുന്നു. അവിടെ പോയിരുന്നെങ്കിൽ ഒരു ഇതായി പോയിരുന്നു. അപ്പൊ ഗൈസ്, നമ്മളിന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. പോയിട്ട് ഹാപ്പിക്കുട്ടനെ എടുക്കണം. പോണ വഴിക്ക് ആതിരപ്പള്ളിയും കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് അതുവഴി നേരെ വീട്ടിൽ പോകാം. പാക്ക് ചെയ്തിട്ട് ഇറങ്ങാം. ഈ ഉടുപ്പ് തന്നെ ഇടുന്ന നീ? ഓ ഞാൻ ഇതിടാം, എനിക്കിത് മതി. വേറെ ഉണ്ടല്ലോ നീ ഇല്ല കറുത്ത ഷർട്ട് അതൊക്കെ ഉണ്ട്. ഓ അച്ഛൻ ഡെയിലി വെറൈറ്റി ഷർട്ടാ. ഷർട്ട് കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് കഴിവണം. മാറുക കുളിച്ചില്ലേലും കുഴപ്പമില്ല, ഡ്രസ് മാറുക. ഞാനും എന്നാ ഡ്രസ്സ് മാറാം. ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് കയറിയാണ്. അച്ഛൻ ഇന്നലെ ഒരു 11 മണിയായപ്പോഴും സ്വിച്ച് ഓഫ് ആയില്ലേ? വിളക്കം കാണഞ്ഞ്. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ ഈ വയ്യാഞ്ഞിട്ടാണ് ആ കുന്നും മലയൊക്കെ ഓടി കയറിയത്? എങ്ങനെ? എന്നിട്ട് വൈകുന്നേരം 11 മണിയാകുമ്പോ അണയും. എല്ലാത്തിനും തരണം ചെയ്ത് ജീവിക്കണം. അല്ലാതെ എനിക്ക് വയ്യെന്നും പറഞ്ഞ് മടി പിടിച്ച് വീട്ടിലിരിക്കുന്നതല്ല വൈ. ഒരു 10 ഗുളിക പാരസെറ്റമോൾ തിന്നാണ്. അത് എന്തിനായിക്കോട്ടെ. ഒരു 10 ഗുളിക പാരസെറ്റമോളില് ഒരു 5 ചുമയുടെ ഗുളിക എന്തായാലും തീർന്നു. ഞാൻ ഇടിയപ്പം പറഞ്ഞ് ഇവർ രണ്ടുപേരും പൊറോട്ട പറഞ്ഞു. എനിക്ക് രാവിലെ പൊറോട്ട കഴിക്കുന്നത് എനിക്ക് താല്പര്യമില്ല. ഈ ട്രിപ്പിൽ ഏറ്റവും അടിച്ചു പൊളിച്ചത് ഇവർ രണ്ടുപേരും ആയിട്ട് ഒന്നങ്ങ് അറമായിച്ചു. അല്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോയി. നിനക്ക് കൂടെ കപ്പിള അടിക്കുമ്പോ ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് പോവാം. പക്ഷെ നമ്മളൊരു 2 മാസം കഴിഞ്ഞിട്ടൊക്കെ വരും. എവിടെന്ന് വെച്ചാ പോയി 1-2 മാസോ? അതെന്തുവാ ട്രിപ്പ്? അല്ലാതെ അത് ശരിയാ, 1-2 മാസം എടുക്കും. അവിടെ പോയി പനി പിടിച്ച് അത് മാറി ഹോസ്പിറ്റലിൽ പോയി സെറ്റായി. അത് കറക്റ്റാ. ഇനി അടുത്ത അമ്മയ്ക്ക് പോവാൻ ആഗ്രഹമുള്ളൊരു സ്ഥലം ഏതാ? പറയുമ്പോഴുള്ള ആഗ്രഹം വരും, അല്ലാതെ ഇന്ന സ്ഥലമൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. അറിയത്തില്ല. അതിരപ്പള്ളി പോകുന്ന ഏത് പള്ളി പോകുന്ന അവിടെ മറ്റേ സ്പ്രേ കിട്ടുന്നേന്ന്. ഈ ഭീമാപ്പള്ളി സ്പ്രേ കിട്ടും, ബോഡി സ്പ്രേ. അങ്ങനെ ചോദിച്ചാ എപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ആതിരപ്പള്ളി ഏതോ വലിയ പള്ളിയാണല്ലേ? അല്ല വെള്ളച്ചാട്ടം ഒന്നും അറിയത്തില്ല. ഇല്ല വെള്ളച്ചാട്ടം സിനിമയിലെ കണ്ടിട്ട് വലിയ ഭാഗം സിനിമയിലേക്ക് കിട്ടും. അറിയത്തില്ല. സീരിയസ് ആയിട്ട് പറഞ്ഞാടാ. ആതിര പള്ളിയല്ല കേട്ടോ, ആതിരപ്പള്ളി അങ്ങനെ എന്തോ വേണം. അതിരപ്പള്ളി അങ്ങനെ എന്തോ വേണം. എനിക്ക് കറക്റ്റ് എനിക്ക് ആതിരപ്പള്ളി എന്ന് പറയും. അതെ, അങ്ങനെ പറഞ്ഞു ആതിരപ്പള്ളി എന്ന് എല്ലാരും പറയണേ. ഞാൻ സത്യത്തിൽ ആതിരപ്പള്ളി എന്ന് പറഞ്ഞ പള്ളിയാണ്. അവിടെ കേറി മനസ്സിലായോ? പള്ളിയല്ല, മറ്റേ വെള്ളച്ചാട്ടം. അത് അതാ ഞാൻ ഓരോ ഇടിയപ്പം പറഞ്ഞു കേട്ടോ. ഇടിയപ്പം എന്നാ എടുക്കമ്മ. എനിക്കും അമ്മയ്ക്കും ഇടിയപ്പം. കിഴങ്ങറി കണക്കിരിക്കുന്നു. ചിക്കൻ കറിക്ക് അട്ടർ ഫ്ലോപ്പ് കേട്ടോ. ഈ എരിയില്ല, ഒരുമാതിരി ഉപ്പുമില്ല. വലിയ കയറുമായിരുന്നു. ഇവിടുത്തെ ഫുഡ് ഭയങ്കര സീന കേട്ടോ. നല്ല ഫുഡ് കിട്ടത്തില്ല. കറിയൊക്കെ വല്ലാണ്ടിരിക്കണം. ഇതെനിക്ക് റിഗ്രറ്റ് അടിക്കും. ഒന്നും കൊള്ളത്തില്ല പുല്ല്. അച്ഛൻ വണ്ടി എടുത്തോ. അയ്യേ, ഒരുമാതിരി മാക്രി ഫുഡായി പോയി കേട്ടോ. അമ്മേ, വെറും വൃത്തിയിട്ട ഫുഡ്. ആ ചിക്കൻ കറി എനിക്ക് കൊപ്പിളിക്കാൻ തോന്നിയുടെ. 220 ആ ഒരു തൊലിഞ്ഞ ചിക്കൻ കറി. അമ്മേ, നമ്മള് അന്ന് വന്നപ്പോഴത്തേന് വൈകുന്നേരം ആയിരുന്നു കേട്ടോ. ഫുള്ള് ഇവിടുത്തെ ഒന്നും വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. ഇത് നോക്കിയേ, ഓ ചുരം ഉണ്ട്. ഇവിടെ ഒക്കെ മണ്ണിടിഞ്ഞ് കിടക്കുവാണ് കേട്ടോ. എവിടെയെങ്കിലും മണ്ണിടിഞ്ഞ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് ആകുമല്ലേ? മൊത്തം ബ്ലോക്ക്. വണ്ടി ആക്സിഡന്റ് ഉണ്ടായ എല്ലാം ബ്ലോക്കാണ്.
അങ്ങനെ കിടക്കും, മണിക്കൂർ കണക്ക് കിടക്കും. ഈ കൂടുതൽ ഈ കർണാടകയിൽ നിന്ന് വരുന്ന വണ്ടികളല്ലേ, അങ്ങനെ ചെയ്യുമ്പോ ഈ ലോറിക്കാരന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കണ്ടോ അവിടെ തിരിയത്തില്ല, ഒരുത്ത അവിടെ കൊണ്ടുവന്ന് ബ്ലോക്കും വെച്ച്. ഈ ചുരത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടി വണ്ടി ഓടിക്കുന്നത് ഈ ലോറിക്കാരാണ് കേട്ടോ. ഇവിടെയൊക്കെ വണ്ടികളൊക്കെ താഴെ പോയിട്ടുണ്ട്, അവര് സംഭവമൊക്കെ ഇടിച്ചു വിളിച്ചിട്ട്. നമ്മള് വേറെ ഒന്നുമല്ല, ഈ ചെറിയ വണ്ടിക്കാരെ ശ്രദ്ധിക്കാനുള്ളത്, ഈ വലിയ വണ്ടിക്കാർക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഭയങ്കര അവർക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം അവര് വീശിയൊക്കെ എടുത്താണ് ഇത് ലോഡും വണ്ടിയാണോ, അല്ലാതെ അങ്ങനെ ഒരിടത്ത് കൊണ്ട് പിടിച്ച് തിരിച്ച് റിവേഴ്സ് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാ, പാടാ, വരത്തില്ല ഇത്. മറ്റേ റോങ് സൈഡൊക്കെ കയറി വണ്ടി വെച്ചിട്ട് കൊള്ളാല്ലേ. റിവേഴ്സ് ഗിയർ പിടിച്ചിട്ട് തള്ളല്ലേ 170 ഒന്നാളെ നോക്കി അങ്ങനെ പോണ. ഇനി താഴെ ആറാണ് അച്ഛാ. ഓ താഴെ ചെറിയ അരുവിയാണ് കേട്ടോ, അതുകൊണ്ട് ചെറിയൊരു അരുവിയുണ്ട് താഴെ. ബാ നമുക്കൊരു കരിമ്പ് ജ്യൂസ് അടിക്കാം. നല്ല വെയില് കേട്ടോ, നമ്മൾ എവിടെ പോയാലും അങ്ങ് വെയില. അന്ന് ഗവി പോയിട്ടും കുറെ വെയിലും ഉണ്ട്, വെയില് കൊള്ളുന്നതിന് ഒരു രീതിയില്ല. ഇവിടെ ഭയങ്കര വിറ്റേ, അച്ഛന് വിത്തൗട്ട് കരിമ്പ് ജ്യൂസ് മതിയത്. കരിമ്പ് ജ്യൂസ് പറഞ്ഞ അടുത്ത് പഞ്ചാരിയുടെ അച്ഛൻ കോമഡി ആയിട്ട് പറഞ്ഞാടാ സീരിയസ് ആയിട്ട് പറഞ്ഞാടാ? സീരിയസ് ആയിട്ട് വിത്തൗട്ട് കരിമ്പ് ജ്യൂസ് അടിപൊളി. ഇവിടെ ഭയങ്കര കോമ്പറ്റീഷൻ ആയിട്ട് 3 പ്രൈവറ്റ് ബസ്സായിട്ട് ഫ്രണ്ടേ പോണ. ചീത്ത വിളിക്കാൻ തോന്നുന്നു. ഈ രണ്ടറ്റവും കൂടെ കൂട്ടി മുട്ടിക്കുക എല്ലാരും കൂടെ. ഈ 2 ദിവസത്തിന്റെ നടുക്കായിരുന്നു ഞാൻ. നമ്മള് മുട്ടേനായിരുന്നു ചിലപ്പോ. നമ്മള് മാറി, അവര് മുട്ടട്ടെ, കൂട്ടി മുട്ടട്ടെ. ചീത്ത വിളിക്കുക വെച്ചാ കണ്ടക്ടറൊക്കെ വിളിച്ചോ ഫ്രണ്ടിലോട്ട് നോക്കി. വളവിനൊക്കെ വളവിന് കയറി പോവാ. വേണ്ട കണ്ട എതിരെ വണ്ടി തീർന്നു. കണ്ട ആ കാറെല്ലാം വണ്ടി ബൈക്കുകാരെല്ലാം മാറ്റി കൊടുക്കും, രക്ഷയില്ല. ഇതിപ്പോ നമ്മളിപ്പോ എവിടായി? നമുക്കിനി ഏതാണ്ട് 175 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ നീങ്ങുന്നില്ല, പുല്ല് ഭയങ്കര ബ്ലോക്കടായി. മറ്റേ ഇല്ല ഫ്ലൈ ഓവർ വരണം പറന്ന് എവിടെയെങ്കിലും ചെല്ലാനായിട്ട്. എനിക്ക് ഉറങ്ങണമെന്നുണ്ട്, പക്ഷെ ഇല്ല ഉറങ്ങുന്ന മറ്റേ പെടലി വെക്കണ സാധനം ഒന്നുമില്ല, അല്ലെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് ഇരിക്കായിരുന്നു. അവിടുത്തെ അറ്റം കൂട്ടി മുട്ടി കേട്ടോ. NH66 നമ്മൾ കയറിയിരിക്കുന്നു. സത്യത്തിൽ ഈ റോഡ് പണി ഫുള്ള് കഴിഞ്ഞാലേ നമുക്ക് കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പോകാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ഒറ്റ വിടല് വണ്ടി, നല്ല കീട്ടിൽ ഒരു പവറുള്ള വണ്ടി പിടിക്കുക. എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ വണ്ടി എടുക്കുക, ഒറ്റ പോക്ക്. എണ്ണ അടിക്കണം കേട്ടോ, നല്ല പൈസ കൂടി വണ്ടി പിടിക്കുമ്പോൾ. ഇച്ചിരി പവർ പറഞ്ഞാലും ഇച്ചിരി മൈലേജ് ഉള്ള വണ്ടിയല്ലേ നല്ലത്, അല്ലേ? സ്മൂത്ത് ആയിട്ട് ഓടണം, വഴി കിടക്കല് പണിയാവരുത്. അൾട്ടോ ഒക്കെ കിട്ടില്ല വണ്ടി സത്യത്തിൽ. ഇല്ല അൾട്ടോയ്ക്ക് പവറുണ്ട്, AC അങ്ങോട്ട് ഓഫ് ചെയ്ത് ഇത് റോക്കറ്റ് ആയത് സുസുക്കി എയർലൈൻസ്. നോക്കിയേ, ദുബായ് ആണ് കിടക്കുന്നില്ലേച്ചാ. 1, 2, 3 ലൈൻ പൊട്ടിക്കാം. ഇതുപോലത്തെ റോഡ് അങ്ങ് ട്രിവാൻഡ്രം വരെ വേണോ? ഒരു ഏതാണ്ടൊരു ഇനി ഒരു 1-2 വർഷം കൂടെ എടുക്കുമെന്ന് തോന്നുന്നു. ഇവിടത്തെയൊക്കെ പണി ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടോളെത്തി കേട്ടോ, ടോളെത്തി. പൈസ കൊടുക്കണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ടോള് തുടങ്ങിയില്ല. ഇല്ല ഇവിടെ ടോളില്ല. എല്ലായിടത്തും അങ്ങ് മന്തിക്കടയുള്ളല്ലേ. ഊണ് തിരക്കി ഇതാണ്ട് ഇപ്പോഴാണ് ഒരു കട കിട്ടിയത്. എവിടെ നോക്കിയാലും മന്തി അത്ര ഉള്ളത്. മന്തി കഴിച്ച് മടുത്തു. ചെറിയ കടയിലായിരിക്കും നല്ല ഫുഡ് കിട്ടുന്നത്, വലിയ കടയിൽ കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. വിഭവ സമൃദ്ധം, അതെന്തായിരുന്നു സമൃദ്ധം. ഇതെന്തൊക്കെ കറിയാന്ന് എനിക്കറിയില്ല. ഇത് കടലയാന്ന് തോന്നുന്നില്ലമ്മ. വഴുതന വെച്ചിട്ട് വിഴുക്കരട്ടി ഉണ്ട്, പിന്നെ സലാഡ്, മാങ്ങാച്ചാറ്, ഇതെന്തര ഒരു കറി, പിന്നെ സാമ്പാർ. ഈ സാമ്പാറിന്റെ പരിപ്പ് എന്താ ഇങ്ങനെ? സാമ്പാർ പോപ്പാട്. ഭയങ്കര ലോങ് ഡ്രൈവ് ആയിരുന്നല്ലേ. ഫുഡ് കഴിച്ച് സ്വിച്ച് ഓഫ് ആയി പോയി എല്ലാരും. എന്തിനാ ഒരുമാതിരി അവിഞ്ഞ ഫുഡായി പോയി അല്ലേ. ഞാൻ വിചാരിച്ചു ചെറിയ കടയാണ് നല്ലതാണെന്ന് വിചാരിച്ചു, പക്ഷേ ഏതാ അമ്മ ഇത് വെച്ചിട്ടാണ് മറ്റേ ആനയ്ക്ക് കൊടുക്കുന്ന. പണ്ട് സാറ് ഈറൊക്കെ അടിച്ചത് ഇപ്പോഴും കിടപ്പുണ്ട് എന്റെ തുടയില്. ഇതാണ്ട് ഈ കനത്തിന് ഈ വണ്ണത്തിന് ഈറയിട്ട് അടിക്കും. എന്റെ പൊന്നെ തടുത്ത് കിടപ്പുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛ അവിടെ നിന്ന് മുള ഉണക്കിയില്ലായിരുന്ന അവരൊരു പാടമുണ്ട് അങ്ങനെ. പണ്ട് അച്ചാച്ചനാണ് സാറാന്ന് അടിച്ചത് ഈറക്കി.
ആരെ അച്ഛനെ. എന്നെ ആരും അടിച്ചിട്ടൊന്നുമില്ല. നമ്മളിവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. വണ്ടി ഏതാണ്ട് നമ്മൾ അങ്ങ് അറ്റത്താണ് കൊണ്ടിട്ടേക്കണം. ഇനി തിരിച്ചു പോകുമ്പോൾ അത്ര കിലോമീറ്റർ നടക്കണം. അമ്മയുടെ കാലിൽ ചെരുപ്പില്ല കേട്ടോ. അമ്മ ഈ ഹീലുണ്ട് കേട്ടോ. ഇത് കാല് മടങ്ങി പോകുന്നത് മൊത്തം കല്ല് നിരത്തിട്ടേക്കണം. അച്ഛൻ ഓടുന്നില്ലേ? സാധാരണ അങ്ങനെയാന്നല്ലോ. ഇവിടെ സ്ഥലമില്ല. സ്ഥലമില്ലേ? ഇന്നലെ എന്തോ ഓട്ടമായിരുന്നു. ആ അതെ അതെ, ആ സിലിബറിന് ഇളകിയിരിക്കുന്നു. സിലിബർ, യെസ്, കങ്കാരുവിനേക്കാൾ സ്പീഡിൽ സിലിബർ സിലിബർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി സിലിബറിനെ പിടിച്ചാൽ കിട്ടില്ല. അങ്ങനെ നമ്മൾ ആതിരപ്പിള്ളയായി. ഇപ്പൊ ഞാൻ താഴോട്ട് പോകണം നടന്ന്. വാ, അതുകൊണ്ടാ പുഴ. ഇത് ചെറിയ ജമ്പിങ്ങാ, വലിയ ജമ്പിങ് താഴെയാ. ഇത് ജമ്പിങ് ഇല്ല, ഇത് ഒഴുക്കൽ. ദിസ് ഈസ് ഒഴുവലി. നോക്ക് എന്റെ ബാക്കിൽ എന്താന്ന്? ആതിരപ്പള്ളി വാട്ടർ ജമ്പിങ്. അമ്മച്ചേ, മൊത്തം ഉരുണ്ട കല്ലടേ, വീണിയാവും. എങ്ങനെയുണ്ടാ? അടിപൊളിയല്ലേ? ഹൈറ്റ് നോക്കി, എന്തോരം പൊക്കത്തിനാ വെള്ളം വരുന്നേ നോക്ക്. പക്ഷെ ഈ 3 ഇടത്തായിട്ടാണ് അത്. ആ സിനിമയിലൊക്കെ കാണുന്ന ഈ ഒരു ഇതല്ലേ, എഡിറ്റിംഗ് ഉണ്ട്. അത് പിന്നെ വെള്ളം ഇപ്പൊ കുറവല്ലേ, അതുകൊണ്ടാ. ആ വ്യൂ നോക്കമ്മ, അടിപൊളി കേട്ടോ. ഭയങ്കര രസമല്ലേ കാണാൻ? അടിപൊളി. ആ കറക്റ്റ് താണ്ടേ ആ ഒരു കല്ലിന്റെ അവിടെ പോയി നിക്കണം. അപ്പൊ ആ വെള്ളത്തിന്റെ ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു. ഇല്ല, അങ്ങോട്ട് വിടത്തില്ല, കയറിയിട്ടേക്കോ. പക്ഷെ ഉണ്ടല്ലോ, ഇതിനും തോനെ വെള്ളം ഉണ്ടെങ്കിൽ നമ്മളിപ്പോ നിക്കുന്നിടത്തില്ലേ, ഇങ്ങോട്ട് ആ വെള്ളത്തുള്ളി വരും. നല്ല രസമാ. സീ വാട്ടർ ജമ്പിങ്. Stone in a top. Big water jumping. This is small. There is big jumping. Lot of water, liters and liters coming. Very pure water, white water. White water adu. See the water color. Daddy and mummy seeing water jumping. Look at jumping. How was this jumping? Oh, jumping. Beautiful jumping. അച്ഛാ എന്നെ അതുപോലെ ഒത്തിയെടുത്തോണ്ട് പോവച്ചാന്ന്. ആളെ ഒന്ന് പിടിയളിയാന്ന്. കാലൊക്കെ ഇതായിട്ടിരിക്കും. ഞാൻ ഇപ്പോഴും കൊച്ചാണെന്നല്ലേ പറയുന്ന. അതുപോലെ ഉണ്ട്, അതുപോലെ. ഈ അച്ഛനൊന്നും എന്റെ അടുത്ത് ഒരു സ്നേഹമില്ല കേട്ടോ. നമ്മളെവിടെ അയച്ചാ? പത്തനംതിട്ട ആയോ? ഒരു കപ്പ ബിരിയാണി പറഞ്ഞു കേട്ടോ. ഇത് ബീഫ് കപ്പ ബിരിയാണിയാണ്. കണ്ടിട്ട് നല്ലതെന്ന് തോന്നുന്നു. ഇന്നത്തെ ഫുഡ് എല്ലാം ഫ്ലോപ്പായിരുന്നു. നിങ്ങളെന്താ പറഞ്ഞേ? ദോശ. ഞാൻ കഴിച്ചോളാം, എനിക്കാരും സഹായം വേണ്ട. ഇതിനകത്ത് നോക്കിയിരിക്കണ്ട, തരത്തില്ല. ചൂടാട്ടോ, ചൂട്. നല്ല ചൂട്. ഇന്ന് കുറച്ചെങ്കിലും നല്ല ഫുഡ് കഴിക്കുന്ന ഇവിടുന്നാണ്. ഹേ ഗൈസ്, അപ്പൊ നമ്മള് വീടെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 12:30 മണി അടുപ്പിച്ചായിട്ടുണ്ട്. എല്ലാരും ഉറങ്ങല്ലേ? ഹാപ്പിക്കുട്ടനെ എടുത്തോണ്ട് വന്ന കേട്ടോ. ഹാപ്പിക്കുട്ട അതേണ്ടേ എടുത്തോണ്ട് പോയി. ഗൈസ്, അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. നാളെ ചില പരിപാടി ഇല്ലേ? വണ്ടിയൊക്കെ കൊണ്ടുപോകണം, അങ്ങനത്തെ സംഭവം ഉണ്ട്. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഉറങ്ങാല്ലേ? ബൈ.